യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധി ഗുരു എന്ന് പ്രാർത്ഥിച്ച ജലത്തിലാണ് ഞാൻ കുളിക്കുന്നത്, എന്റെ മക്കളെ കുളിപ്പിക്കുന്നതെന്ന് സങ്കല്പിച്ചാൽ ശരീരം ശുദ്ധമായി. ഇങ്ങനെ ശംഖപൂരണം അമ്പലത്തില് ദേവിയുടെ ശിരസിൽ അഭിഷേകം ചെയ്യാനുള്ള ശംഖപൂരണം ചെയ്യുമ്പോഴും ഇതേ പ്രക്രിയ തന്നെയാണ് തന്ത്രിമാരും ശാന്തിക്കാരും ഒക്കെ ചെയ്യുന്നത്, ജലത്തെ ശുദ്ധി ചെയ്യാൻ. ആ ജലത്തിൽ ഞാൻ കുളിച്ചു ശുദ്ധമായി എന്ന് സങ്കല്പിച്ച് ശരീരം മുഴുവൻ ഭസ്മധാരണം നടത്തണം. നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് ഭസ്മം ധരിക്കണം. കൊടുങ്ങല്ലൂര് ജനിച്ചു വളർന്ന് ഹിമാലയത്തില് 30-ലധികം വർഷം തപസ് ചെയ്ത ഒരു പഴയ സന്യാസി വര്യൻ 1986 ആലുവ തന്ത്രവിദ്യാപീഠത്തിൽ സന്ദർശിച്ചു. അന്നത്തെ പ്രായം കൊണ്ടും അപക്വമായ മനസ്സുകൊണ്ടും ഒരു കുസൃതി ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹത്തോട് എന്താ ചോദിച്ചതെന്ന് വെച്ചാൽ, ഇവിടെ മകരമാസത്തിലൊക്കെ ഭയങ്കര തണുപ്പാണ്, ഹിമാലയത്തിലൊക്കെ സ്വാമിജിയൊക്കെ എങ്ങനെ തണുപ്പറിയാതെ ജീവിക്കുന്നത്, നിങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നു ഈ -°C എന്ന് പറഞ്ഞ പനിയ? ഞങ്ങൾ ശരീരമാസകലം ഭസ്മം പൂശും, ഭസ്മം ശരീരമാസകലം പൂശും. ശിരസ് മുതൽ പാദം വരെ ഭസ്മം ധരിച്ചാൽ ശരീരത്തിലെ ചൂട് വെളിയിൽ പോവില്ല, വെളിയിൽ നിന്നുള്ള തണുപ്പ് ശരീരത്തിലേക്ക് വരില്ല. ഇതാ ഞങ്ങളുടെ ടെക്നിക് എന്ന് അദ്ദേഹം പറഞ്ഞു. ശരീരത്തിന്റെ ചൂടിനെ നിലനിർത്താനുള്ള വലിയൊരു ബാൻഡേജ് ആണ് ഈ ഭസ്മം. അത് ഏത് ഭസ്മമാണ്, ഏതാണ് വിഭൂതി? ശിവൻ ഇഷ്ടപ്പെട്ടത്, ഏറ്റവും ഇഷ്ടപ്പെട്ടത് വിഭൂതിയാണെന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ശിവഭഗവാൻ ശരീരമാസകലം ആലേഖനം ചെയ്യുന്നത് വിഭൂതിയാണ്. അത് ഏത് വിഭൂതിയാണെന്ന് ചിന്തിച്ചാൽ നമ്മുടെ ഭസ്മത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാവും. നിസ്സാരമായ കാര്യമല്ല ഈ ഭസ്മധാരണം എന്ന് പറഞ്ഞാൽ. ഞാനത് വളരെ ലളിതമായി നിങ്ങൾക്കും എനിക്കും ഉൾക്കൊള്ളാവുന്ന രീതിയിൽ പറയാം. ശിവൻ എന്നുള്ള സങ്കല്പം എന്താ? ഈ ഭൂമി, ഈ മൈക്ക്, ഈ വെള്ളം, നിലവിളക്ക്, അല്ലെങ്കിൽ വാച്ച്, മോതിരം ഒക്കെ ഇങ്ങനെ കട്ടി പിടിച്ചിരിക്കുക. ഈ കട്ടി പിടിച്ചിരിക്കുന്ന വസ്തുവിനെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ ചൂടാക്കി, ജലമാക്കി, വായുവാക്കി, അഗ്നിയാക്കി അങ്ങനെ ഇല്ലാതാക്കണം. ഐസ് എങ്ങനെയാണോ ജലമാകുന്നത്, അത് ആവിയാവുന്നത്, അന്തരീക്ഷത്തിൽ അജ്ഞാതമായ രീതിയിൽ അപ്രത്യക്ഷമാവുന്നത്, അതുപോലെ ഏതൊരു ഭൗതിക വസ്തുവിനെയും നമുക്ക് ഇല്ലായ്മയാക്കാം. പഞ്ചഭൂതാത്മകമാണ് നമ്മുടെ ശരീരം, പ്രപഞ്ചവും പഞ്ചഭൂതാത്മകമാണ്. ഇപ്പൊ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ശിവൻ പുറത്തു പോയാൽ, ഈ വള്ളി അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ള വസ്തുവിന്റെ പേര് ഞാൻ പറയുന്നില്ല. ആ വസ്തുവിനെ നമ്മുടെ ഉറ്റവരും ഉടയവരും ഒക്കെ വിറകിന്റെ മുകളിൽ കൊണ്ട് വയ്ക്കും. നമ്മുടെ ശരീരത്തിലെ പഞ്ചഭൂതങ്ങൾ മുഴുവൻ പ്രപഞ്ചത്തിലേക്ക് ലയിക്കും. നമ്മുടെ ശരീരം ഈ പ്രപഞ്ചത്തിന്റെ തനി പകർപ്പാണ്. 7 ലോകങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. താഴേക്ക് അതലം വിതലം സുതലം രസാതലം തലാതലം പാതാളം, താഴേക്ക് നട്ടലിന്റെ ഏറ്റവും താഴെ ചുരുണ്ടുകൂടി കിടപ്പുണ്ട്. മുകളിലേക്ക് ഭൂലോകം, ഭൂവർലോകം, സ്വർലോകം, മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം, ശിരസ് വരെയുണ്ട്. 14 ലോകങ്ങളും നമ്മളിലുണ്ട്. ഈ 14 ലോകങ്ങളുള്ള മനുഷ്യ ശരീരത്തെ ബ്രഹ്മാണ്ടം എന്നല്ല പിണ്ടാണ്ടം എന്നാണ് വിളിക്കുന്നത്. ബ്രഹ്മാണ്ടമാണ് 14 ലോകമുള്ള. 2000 വർഷങ്ങൾക്ക് മുമ്പ് പുറപ്പെട്ട ഒരു രശ്മി ഭൂമിയിൽ പതിക്കാൻ പോലും ദൂരം കൂടുതലുള്ള കാർത്തിക നക്ഷത്രം ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചം, ആ പ്രപഞ്ചമില്ലാണ്ടാവും ഒരു കാലത്ത് ആ പ്രപഞ്ചമില്ലാതാവും. കൽപ്പാന്തങ്ങളും എല്ലാം കഴിഞ്ഞ് ഇതെല്ലാം ജലമയമായി മാറി വായുവായി, അഗ്നിയായി, ആകാശായി, മനസ്സായി, മനഃസ്തത്വമായി, അവ്യക്തമായി, അവ്യക്തം അങ്ങനെ ലയിച്ച് ശിവനിൽ ലയിക്കും. ആദ്യമുണ്ടായ ചൈതന്യമൂർത്തിയെ വിലയം ചെയ്തുകൊണ്ട് ഈ പ്രപഞ്ച ധൂളികൾ അങ്ങനെ നിൽക്കും ശിവഭഗവാനെ പൊതിഞ്ഞുകൊണ്ട്. അതാണ് വിഭൂതി, അതാണ് ശിവന്റെ പൊടി വിഭൂതി. ശിവൻ അണിയുന്നത് അതാണ്. ആ വിഭൂതി എത്രയോ യുഗങ്ങളും കൽപ്പാന്തങ്ങളും മന്വന്തരങ്ങളും ഒക്കെ കഴിഞ്ഞ് സംഭവിക്കുകയും തിരിച്ച് പ്രപഞ്ചം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന പ്രക്രിയ നടക്കും. ആ വിഭൂതിക്കാണ് ഏറ്റവും പ്രാധാന്യം. പക്ഷെ ആ വിഭൂതിക്ക് പകരം വയ്ക്കാൻ ഇന്ന് പ്രപഞ്ചത്തിൽ ഒരേ ഒരു വസ്തു മാത്രമേ ഉള്ളൂ,
നമുക്ക് അത്രയും കാലം കാത്തിരിക്കാൻ പറ്റും, വിഭൂതി വേണം. പക്ഷെ ആ വിഭൂതിക്ക് തുല്യം വയ്ക്കാൻ എന്താ ഉള്ളത്? ചുടലയിലുള്ളൊരു ചാമ്പലൻ പവിത്രം. ചുടലയിലുള്ളൊരു ചാമ്പലും പവിത്രം അല്ല, ചുടലയിലുള്ളൊരു ചാമ്പലാണ് പവിത്രം. അതുകൊണ്ടാണ് കാശി മുതലായ ക്ഷേത്രങ്ങളിലെ, ശിവക്ഷേത്രത്തിലെ, കാശി മഹാദേവ ക്ഷേത്രത്തില് ചുടലക്കാട്ടിൽ നിന്നൊരു നുള്ളു വിഭൂതി എടുത്തു കൊണ്ടുവന്നിട്ട് അവിടെ അഭിഷേകം ചെയ്യുന്നുണ്ടെന്നുള്ളത് ഒരു രഹസ്യമായ, പരസ്യമായ, സത്യമായ കാര്യം. ശിവഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ളത് അതാണ്. കാരണം മനുഷ്യ ശരീരമാണ് പ്രപഞ്ചത്തിന്റെ കൊച്ചുപതിപ്പ്. എനിക്കോ നിങ്ങൾക്കോ നാളെ ഒരു ചുടലക്കാട്ടിൽ നിന്ന് വിഭൂതി എടുത്തുകൊണ്ട് നട്ട് വെക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്, മാനസികമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ വിഷമാണ്. പക്ഷെ ശരീരം ശുദ്ധമാവുകയും വേണം. അപ്പൊ നമ്മുടെ പൂർവികർ നമ്മളോട് പറഞ്ഞു തന്നു മറ്റൊരു ടെക്നിക്ക്. അതെന്താണെന്നറിയാമോ? ഈ പഞ്ചഭൂതങ്ങളുടെ തനി പകർപ്പ്. അല്ലെങ്കിൽ ഞാനൊരു ഉദാഹരണം പറയാം. മനുഷ്യ ശരീരത്തിൽ എന്തെങ്കിലും ഒരു അഴുക്ക് ബാധിച്ചാൽ, എന്തെങ്കിലും ശരീരത്തെ അശുദ്ധമാക്കുന്ന ഭക്ഷണം നമ്മുടെ ഉള്ളിൽ ചെന്നാൽ, ഒരു വിഷം നമ്മുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ശരീരത്തിൽ കൈ പൊട്ടും, കാല് പൊട്ടും, ശരീരം മലിനമാവും, രക്തം അശുദ്ധമാവും, ശരീരത്തിൽ ഒന്നും സംഭവിക്കില്ല, നമ്മൾ കണ്ടാലാകെ വികൃതമാവും. ഏറ്റവും ആദ്യം ബാധിക്കുന്ന തൊലിക്കാണ്, മനസ്സിനെയാണ്. ഇതെല്ലാം ഈ ശരീരത്തിൽ ഒരു വിഷം കയറിയാൽ ഉണ്ടാവും, വിഷാംശം. ആയുർവേദ വൈദ്യന്റെ അടുത്ത് നമ്മൾ ചെന്നാൽ പറയും, നിങ്ങളുടെ ശരീരം അഴുക്കുമയമാണ്, ശരീരത്തെ ഒന്ന് ശുദ്ധി ചെയ്യണം, പഞ്ചഭൂതങ്ങളെ മുഴുവനും ശുദ്ധി ചെയ്യണം. അതിന് ഒരേ ഒരു മരുന്നേ ഉള്ളൂ. ആ മരുന്നിനെയാണ് പഞ്ചഗവ്യം എന്ന് പറയുന്നത്. ബിംബശുദ്ധി നടത്തുമ്പോൾ പഞ്ചഗവ്യം ഉപയോഗിക്കും. പൃഥ്വി ശുദ്ധി നടത്തുമ്പോൾ പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗോമയം ഉപയോഗിക്കും. ഇന്ന് പ്രപഞ്ചത്തിലെ പഞ്ചഭൂതങ്ങളെ ശരിക്കും ശുദ്ധി ചെയ്യാൻ നമുക്ക് ഈശ്വരൻ തരുന്ന അത്ഭുതകരമായ ഒരു വസ്തുവാണ് പഞ്ചഗവ്യം. അതെന്താണെന്ന് നോക്കാം. ഗോമാതാവ്, അതായത് ഗോമയം ലക്ഷ്മി ദേവി, ഗോമൂത്രം ഗംഗാദേവി, ശ്രീ മഹാവിഷ്ണു തന്നെ വെണ്ണയായിടുന്നതും രോമങ്ങളെല്ലാം ഓരോ മുനിശ്രേഷ്ഠന്മാരല്ലോ. ഗോമഹാത്മ്യമെല്ലാം പറയാൻ പകൽ പോരാ, ഒരു പകലൊന്നും പോരാ ഗോവിന്റെ മഹാത്മ്യം പറയാൻ. അങ്ങനെയുള്ള ഗോമാതാവ് നമുക്ക് തരുന്ന 5 വസ്തുക്കളെ ഒരു പ്രത്യേക ക്രമത്തിൽ കൂട്ടി യോജിപ്പിച്ച് അത് നമ്മൾ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ സർവ മാലിന്യങ്ങളും അകന്ന് ശരീരം തേജോമയമായി തീരും. കോട്ടക്കൽ ആയുർവേദശാലയിലോ വൈദ്യരത്ന ഔഷധശാലയിലോ നാളെ പോയി പഞ്ചഗവ്യം മേടിച്ച് പഞ്ചാക്ഷര മന്ത്രം ജപിച്ച് 1 സ്പൂൺ എല്ലാ ദിവസവും രാവിലെ ഒന്ന് കഴിച്ചു നോക്കൂ. ഒരു 41 ദിവസം കഴിച്ചു നോക്കിയാൽ ശരീരത്തിലും മനസ്സിനും സമാധാനവും, ശരീരത്തിന്റെ കാന്തി വർദ്ധിച്ചതായിട്ടും, ശരീരം ശുദ്ധമായി എന്ന് ബോധ്യപ്പെട്ടതായിട്ടും, മനസ്സിൽ നിന്ന് എവിടെ നിന്നാണെന്ന് അറിയാത്തൊരു ഒരു സന്തോഷവും സംതൃപ്തിയും വന്നതായിട്ടും നമുക്ക് അനുഭവപ്പെടും. ശുദ്ധീകരണം നടക്കും. ഈ ശുദ്ധീകരണത്തില് പൃഥ്വീതത്വത്തിന്റെ പ്രതീകമാണ് ചാണകം, ഗോമയം. പൃഥ്വീതത്വത്തിന്റെ പ്രതീകമാണ് ചാണകം. എന്റെയും നിങ്ങളുടെയും ശരീരം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് പൃഥ്വീതത്വം കൊണ്ടാണ്. പൃഥ്വി എന്ന് പറഞ്ഞാൽ പിടിച്ചു നിർത്തുന്നത്, കൂടി യോജിപ്പിച്ചിരിക്കുന്നത്. 2 മോളിക്യൂളുകൾ, അനവധി മോളിക്യൂളുകൾ, കോടിക്കണക്കിന് മോളിക്യൂളുകൾ കട്ടി പിടിച്ചു കഴിഞ്ഞാൽ മൈക്കാവും. ആ പിടുത്തം വിട്ടുകഴിഞ്ഞാൽ ദ്രാവകാവസ്ഥയിലെത്തും. അങ്ങനെ ദ്രവിച്ച് 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 അത് ജലമാവും വായുവാവും, അങ്ങനെ വിഘടിച്ച് പോകും. അങ്ങനെ കട്ടി പിടിച്ച വസ്തുവാണ് എങ്കിൽ ആ പൃഥ്വിതത്വത്തെ ശുദ്ധി ചെയ്യാനുള്ളതിന്റെ ഏറ്റവും പ്രതീകമാണ് ചാണകം. ജലത്തിന്റെ പ്രതീകമാണ് ഗോമൂത്രം. വായുവിന്റെ പ്രതീകമാണ് നെയ്യ്. അഗ്നിയുടെ പ്രതീകമാണ് തൈര്. ആകാശത്തിന്റെ പ്രതീകമാണ് പാൽക്കടൽ പോലെ പശുവിന്റെ പാല്. ആ ആകാശം, ഭൂമി, വായു, അഗ്നി, ജലം, ഈ 5 വസ്തുക്കളും നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുണ്ട്. ഇതിന് 5നെയും ശുദ്ധീകരിച്ച് ഒരു പുതുജന്മം നമുക്ക് ഈ പഞ്ചഗവ്യം തരും. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ഈ ശരീരത്തിന് പകരം വയ്ക്കാനുള്ളത് ചാണകമായതുകൊണ്ട് ശിവരാത്രി ദിവസം ഈ ഗോമയം കത്തിച്ച് വിഭൂതി സ്വീകരിച്ചാൽ ശരീരമാസകലം ഭസ്മധാരണം നമുക്ക് നടത്താം.
ശരീരത്തിലെ ചൂട് വെളിയിൽ പോവില്ല. ഏത് ചൂടാണെന്നറിയാമോ? പനിയുടെ ചൂടല്ല. ഞാൻ നിങ്ങളെ തൊഴുതുകൊണ്ട് പറയുകയാണ്, നമുക്ക് ഈ ഈശ്വരൻ തന്നിരിക്കുന്നത് വലിയ അവസരമാണ്. ഈ ജന്മം നമുക്ക് ശരീരം തന്ന് എന്തിനാണ് വിട്ടേക്കുന്നതെന്നൊന്ന് ആലോചിക്കാനുള്ള ഒരു സമയമാണ്. ബോധമുള്ള സമയത്ത് കുറെ കാലം ഓർമ്മ വയ്ക്കാൻ കാത്തിരുന്നു. കുറച്ചു കഴിഞ്ഞാൽ ഓർമ്മ നഷ്ടപ്പെടും. ഓർമ്മയോടുകൂടി ബുദ്ധിയോടുകൂടി നടക്കുന്ന കാലത്ത് നമ്മളൊന്ന് അതിനുവേണ്ടി പരിശ്രമിക്കണം. ഒരല്പസമയം നമ്മൾ അതിനുവേണ്ടി മെനക്കെടണം. ഒരു 108 പ്രാവശ്യം പഞ്ചാക്ഷര മന്ത്രം ദിവസവും ജപിക്കാൻ ആരെങ്കിലും തടസ്സമുണ്ടോ? ഒരു 108 പ്രാവശ്യം അമ്മേ നാരായണമോ ലളിതാ സഹസ്രനാമോ ഏകാഗ്രമായിട്ട് ജപിക്കാൻ നമ്മൾ ആരെയും തടസ്സത്തിന് വരില്ല. ഒരു 108 പ്രാവശ്യം അഷ്ടാക്ഷരം ഓം നമോ നാരായണായ നമുക്ക് ജപിക്കാം. അതെന്നാണോ നമ്മൾ തുടങ്ങുന്നത് അന്നാ നമ്മുടെ ജീവിതം തുടങ്ങുള്ളൂ. അല്ലെങ്കിൽ മൃഗസമാനമാണ് നമ്മുടെ ജന്മം. അങ്ങനെ എഴുന്നേറ്റിരുന്ന് ജനിക്കാൻ